ഒറ്റയ്ക്ക് വോട്ടർമാരെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാന പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെല്ലാം ചേർന്ന് ഒറ്റ വേദിയിലെത്തി വോട്ടർമാരെ കണ്ടത് കൗതുകമായി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനും നഗരവികസനത്തിൽ സ്ഥാനാർത്ഥികൾക്ക് നൽകാവുന്ന പ്രഖ്യാപനങ്ങളും കേൾക്കാനാണ് MGS നാരായണന്റെ നേതൃത്വത്തിൽ 6 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുമ്പിൽ ഒന്നിച്ചു ചേർത്തത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് 4 വരിപ്പാത യാഥാർത്ഥ്യമാക്കുവാനും വികസന പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം സഹായിക്കാനാകുമെന്നും വോട്ടർമാരോട് വിശദീകരിക്കാനാണ് സ്ഥാനാർത്ഥികളെ ഒരു കുടക്കീയിൽ ഒന്നിപ്പിച്ചത്. ഇനി സ്ഥാനാർത്ഥികളുടെ വക ആരോപണ പ്രത്യാരോപണങ്ങൾ. ഈ 40 വർഷമായി LDF തുടർച്ചയായി ഭരിച്ചിട്ട് ഇവിടെ മേയർമാരുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ MGS സർ ചെയ്ത പോലെ ഇത്തരം ശക്തമായ സമര പരിപാടികൾ ഇവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല? ഭരണപക്ഷവും പ്രധാന പ്രതിപക്ഷമായിരിക്കുന്ന ആളുകൾ ഓരോ കേസിലും ഒരു കേസിൽ 2 പേരും ഒരേപോലെ പ്രതികളാണ്. ഇതിന്റെ കാരണം നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് ഒരേ കേസില് ഈ UDF-ഉം LDF-ഉം പ്രതികളായി? തനിക്കെതിരെയുള്ള ആരോപണം എങ്ങനെ തടുക്കാമെന്നായി നിലവിൽ LDF കൗൺസിലർ കൂടിയായ സിനിയുടെ ശ്രമം. കള്ളപ്രചരണം കൊണ്ടോ ഒരു വാക്ക് സാമർത്ഥ്യം കൊണ്ടോ വോട്ട് പിടിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ വാർഡിലെ പസൽ കേക്ക് ഒരു വീട് നമ്പർ ഇടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു വിജിലൻസ് കേസ്. തള്ളിപ്പോയിട്ടോ. ഇതിനിടയിൽ MGS-നെ പുകഴ്ത്താനും UDF സ്ഥാനാർത്ഥി മറന്നില്ല. ിരിക്കുന്ന MGS സാറിനെ കുറിച്ച് പറഞ്ഞാൽ സ്വയം അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. ചരിത്രം സ്വന്തം കൈകൊണ്ട് എഴുതുന്ന അദ്ദേഹം ഇന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സ്വയം ഒരു ചരിത്രമായി മാറുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായെങ്കിൽ ജനങ്ങൾക്ക് തീരുമാനിക്കാം ആർക്ക് വോട്ട് ചെയ്യാമെന്ന്. റിപ്പോർട്ടർ, കോഴിക്കോട്.